ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സാരിയല്ല ഉടുക്കുന്നത്. സാരി വെച്ചിട്ട് ഒരു സ്കേർട്ട് എങ്ങനെ റാപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ നോർമൽ നീവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ സാരി ടക്കിൻ ചെയ്ത് എല്ലാ സൈഡും പെറ്റിക്കോട്ടിനുള്ളിൽ നന്നായിട്ട് ടക്കിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 മീറ്റർ ഫാബ്രിക് നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് അത് നന്നായിട്ട് പ്ലീറ്റ് ചെയ്യുക. താഴത്തെ പ്ലീറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച അത്രയും പ്ലീറ്റ്സ് എനിക്ക് മതിയാവും. നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ട് നമ്മളത് എടുക്കണം. എന്ന് വെച്ചാൽ പല്ലൂൻ പോർഷന് വേണ്ടി നമുക്ക് ഒത്തിരി ഫാബ്രിക് വേണ്ട, നമ്മുടെ ശരീരത്തിന് ചുറ്റി എടുക്കാൻ പറ്റുന്ന അത്രയും മതി. അപ്പോൾ അത് ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ടക്കിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒന്ന് ഇളകിപ്പോയായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഫാബ്രിക് നമ്മുടെ ബോഡിയുടെ പുറകിൽ കൂടി എടുത്തിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നേരെ പിടിച്ച് ചെറിയ പ്ലീറ്റ്സ് ഡിഫൈൻഡ് പ്ലീറ്റ്സ് ആയിരിക്കണമെന്നില്ല, ഇന്ന് ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ലൊരു പാറ്റേൺ നമുക്ക് കിട്ടും. അത് നന്നായിട്ട് അരയ്ക്ക് ചുറ്റും നല്ല ടൈറ്റായിട്ട് റാപ്പ് അറൗണ്ട് ചെയ്യുക. നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനമാണ് ഈ റാപ്പ് അറൗണ്ട് സ്കേർട്ട്സ്. അപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നല്ലൊരു സാരി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അതിൻ്റെ ബാക്കി പോർഷൻ പുറകിലൊന്ന് ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാരി വെച്ചിട്ടുള്ള റാപ്പ് അറൗണ്ട് സ്കേർട്ട് റെഡിയായി. ഭയങ്കര ഈസിയാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു, നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.